തെന്മല ടൂറിസം പ്രോഗ്രാം ചെയ്യുന്ന ഒരു ഗോവ യാത്രയ്ക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ പുറപ്പാട്. കൊല്ലത്തു നിന്ന് രാവിലെ 12 മണിക്ക് പുറപ്പെടുന്ന കൊച്ചുവേളി ഇൻഡോർ എക്സ്പ്രസ്സിലാണ് യാത്ര. അപ്പോൾ എല്ലാവരും ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഏതാണ്ട് 4 മണിയോടുകൂടി ഞങ്ങൾ ഗോവയിലുള്ള മടഗോണ സ്റ്റേഷനിലെത്തി. അപ്പോൾ മടഗോണ സ്റ്റേഷൻ്റെ പരിസരമാണ് നമ്മൾ ഈ കാണുന്നത്. ഞങ്ങളെ കാത്ത് ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി റെഡിയായിട്ടുണ്ട്. എല്ലാവരും വണ്ടിയിൽ കയറി ഞങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്ത് പറഞ്ഞിരിക്കുന്ന സ്പ്രീ ഹോട്ടൽ സ്പ്രീ ഹോട്ടലിൽ ഞങ്ങൾ ഇറങ്ങി. അവിടെയാണ് ഞങ്ങൾ രാവിലെ ഫ്രഷപ്പൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഇനി ഞങ്ങളുടെ യാത്ര. നമ്മുടെ ഡ്രൈവർ ഒരു പോർട്ടിലേക്കാണ്. ആ പോർട്ടിൻ്റെ പേര് അഗ്വാഡ പോർട്ട് എന്നാണ്. ഈ അഗ്വാഡ എന്ന വാക്കിൻ്റെ അർത്ഥം വെള്ളം ലഭിക്കുന്ന സ്ഥലം എന്നാണ്. അപ്പോൾ ഈ പോർട്ടിൻ്റെ പ്രധാന കാര്യങ്ങളെപ്പറ്റി ഞാൻ പിന്നീട് വിശദീകരിക്കാം. അങ്ങനെ അഗ്വാഡ പോർട്ടിലേക്കുള്ള യാത്രയ്ക്ക് പോകുന്ന വഴിക്ക് ഒരു ബീച്ചുണ്ട്, അവിടെ ഇറങ്ങുന്നില്ല. നേരെ ഞങ്ങൾ പോർട്ടിലേക്കുള്ള യാത്രയാണ്. ഈ സ്ഥലം കാണുമ്പോൾ നമുക്ക് ഗോവ എന്ന് പറഞ്ഞാൽ തനി കേരളമാണ്. കേരളത്തിലുള്ള എല്ലാ രീതിയിലുള്ള ഭൂപ്രകൃതിയാണ് ഗോവയിലുള്ളത്. കാലാവസ്ഥയും എല്ലാം നമ്മുടെ കേരളത്തിനോട് തുല്യമാണ്. അപ്പോൾ ഞങ്ങളിപ്പം ആ പോർട്ടിൻ്റെ വെളിയിൽ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇന്ന് വുമൻസ് ഡേ ആണ്. പിന്നെ വുമൻസ് ഡേ എന്ന് പറയുമ്പോൾ March 8 വുമൻസ് ഡേ ആണ്. അതുകൊണ്ട് ടിക്കറ്റ് ഫ്രീ ആയിട്ടാണ് ഇന്ന് ആൾക്കാരെ കയറ്റി വിടുന്നത്. അപ്പോൾ ഞങ്ങൾ പോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഈ പോർട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 1612 ഈ പോർട്ട് പണിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ പോർട്ടുഗീസുകാർ ഇത് പണിയുമ്പോൾ ഡച്ചുകാരുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ പണിഞ്ഞ പോർട്ടാണ്. ഇതാണ് നമ്മുടെ വിക്കിപീഡിയയിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഈ പോർട്ടുഗീസ് ഭാഷയിലാണ് ഈ അഗ്വാഡ എന്ന് പറഞ്ഞാൽ വെള്ളമുള്ളത് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് കടലിനോട് ചേർന്ന് ശുദ്ധജലം ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം ശുദ്ധജലം ലഭിക്കാനൊരു കാരണമുണ്ട്. ഈ പോർട്ട് പണിഞ്ഞിരിക്കുന്നത് കണ്ടില്ല, ആ വെട്ടുകല്ലുള്ള ഭൂമിയാണിത്. അതുകൊണ്ടാണ് ഇവിടെ ഈ ശുദ്ധജലം ലഭിക്കുന്നത്. അവിടെ എല്ലാ പോർട്ടിൻ്റെ നിർമ്മാണം ഒരുപോലെയാണ്. ഇത് കണ്ടില്ലേ, 3 സൈഡും കടൽ, അറബിക്കടൽ. ഫ്രണ്ടിൽ കയറുന്ന ഭാഗത്ത് കിടങ്ങുകൾ പണിഞ്ഞിട്ടുണ്ട്. ആ കാണുന്നത് വെള്ളം സംഭരിക്കുന്ന ടാങ്ക് ഒക്കെ ഇതിനടിയിലുണ്ട്. നമ്മൾ ഇന്നത്തെ ദിവസം ഇതിന് അടിയിലോട്ടൊന്നും കയറി കാണാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഉപരിതലത്തിൽ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അടിയിൽ കൂടെ പുറത്തേക്ക് കടലിലേക്ക് പോകാനുള്ള തുരങ്കങ്ങളൊക്കെ ഉണ്ട്. അന്നത്തെ കാലത്ത് പോർട്ടുഗീസുകാരുടെ ഏറ്റവും വിലപ്പെട്ടത് ഒരു പോർട്ടാണ് ഈ അഗ്വാഡ പോർട്ടെന്ന് പറയുന്നത്. നമ്മളെ പോർട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണുന്ന അറബിക്കടലാണ്. രാവിലെ തന്നെ ധാരാളം ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഇതിലേക്കൂടെ താഴെ ഇറങ്ങാം കേട്ടോ, ഇതിലെ താഴെ ഇറങ്ങാം. മതി. ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇതുവഴി നടന്ന് അങ്ങ് താഴെ ആ കടലിൽ ചെല്ലും, ആ വഴി കൂടെ അങ്ങോട്ട് കാണി. ഇതുണ്ട്, ഇതിലേക്കൂടെ നടന്നു പോയി അങ്ങ് ആ കടലിൻ്റെ അകത്ത് ഇറങ്ങും. ഞങ്ങൾ ഈ സ്റ്റെപ്പ് വഴി താഴെ ഇറങ്ങി
ഇനി പുറത്തേക്ക് പോകാനുള്ള ഇവിടെ നമ്മൾ അല്പനേരം ഇരിക്കുമ്പം അവിടെ ആ ഭിത്തിയിൽ നിറച്ച് ഈ ഗോവയുടെ പല പള്ളികളും ഗോവയുടെ പല സ്ഥലങ്ങളും ഒക്കെ അതിൻ്റെയൊക്കെ പിക്ചറുകൾ ആ ഭിത്തിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒക്കെ വായിച്ചു നോക്കിയാൽ അറിയാം എന്തൊക്കെ എവിടെയൊക്കെയാണ് എന്തൊക്കെ സ്ഥലം. ഇത് പഴയതും ഇതെല്ലാം പഴയ ഈ ഭാഗങ്ങളെല്ലാം പുതുക്കി പണിഞ്ഞതാണ്. കാരണം ഇതൊക്കെ പഴയ ഒരു അമ്പലമാണ്. അപ്പോൾ ഇത് പുതുക്കി പണിഞ്ഞ് മഹാദേവ ടെമ്പിൾ കുർഡി ഗോവയിലുള്ള പഴയൊരമ്പലമാണ്. ഇതൊരു പഴയ പള്ളിയുടെ സ്ഥലമാണ്. ഈ പഴയ കെട്ടിടങ്ങളെല്ലാം പുതുക്കി പണിഞ്ഞ ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ് ഇത് വീണ്ടും ഓപ്പൺ ചെയ്ത് കൊടുത്തത്. ഈ 2021 ഇത് വീണ്ടും പുതുക്കി പണിഞ്ഞ് ഈ പോർട്ട് തുറന്നു കൊടുത്തത്. ഇപ്പോൾ ഞങ്ങൾ ഇനി പോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി തിരിച്ച് നമ്മൾ പോകുന്നത് ഒരു ബീച്ചിലോട്ടാണ്. ഇനി ഞങ്ങളുടെ യാത്ര ഒരു ബീച്ചിലേക്കാണ്. ആ ബീച്ചിൻ്റെ പേര് കണ്ടോളിങ് ബീച്ച് എന്നാണ്. ഇത് ബീച്ചിൽ നിന്ന് ഉള്ളിലേക്ക് കയറുന്ന കവാടമാണ്. അത് ഭയങ്കരമായിട്ട് ആർട്ട് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുക. കണ്ടോളിങ് ബീച്ചിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ്. हाँ जी क्या चाहिए? देखेगा ബീച്ചിൻ്റെ അകത്തേക്ക് നടന്നു പോകുന്ന വഴിയാണ്. പോകുന്ന വഴിക്കെല്ലാം കടകളൊക്കെയാണ്. നമ്മളിപ്പോൾ ഇതാ ഗോവ ഉണ്ടല്ലോ, ബീച്ചിന് ഐ ലവ് ഗോവയാണിത്. ഇതാണ് ബീച്ച്. ഈ ബീച്ചിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. വിദേശികളൊക്കെ ധാരാളമായിട്ട് വരുന്ന സ്ഥലങ്ങളാണ് ഗോവ. അപ്പോൾ നമ്മുടെ ആൾക്കാരെല്ലാം ബീച്ചിൻ്റെ പരിസരങ്ങളിലൊക്കെ കിടക്കുന്നത്. കുറേ പേര് ഈ ബീച്ചിൽ ബോട്ട് സർവീസും ഒക്കെ ഉണ്ട്. കണ്ടില്ലേ, ബോട്ടിൽ കുറേ പേര് യാത്ര പോകുന്നു. ആറ് പേര് കയറുന്ന ഒരു ബോട്ടിൽ 2000 രൂപയാണ് ബോട്ടിന് ഇത് ഫീസായിട്ട് വാങ്ങിക്കും. അപ്പോൾ കുറേ പേർക്ക് ബോട്ടിൽ കയറണം, കുറേ പേർക്ക് ബോട്ട് കയറിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതാ നമ്മുടെ ആൾക്കാർ കുറേ പേര് ബോട്ടിൽ കയറാനുള്ള തയ്യാറെടുപ്പാണ്. അതിന് പ്രത്യേക ഡ്രസ്സിങ്ങൊക്കെ ഉണ്ട്. കണ്ടല്ലേ, ഡ്രസ്സൊക്കെ ഇട്ട് അവർ സെറ്റപ്പ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ബോട്ട് ഞാൻ വീഡിയോ നീട്ടിക്കൊണ്ട് പോകാത്തതുകൊണ്ട് ബോട്ട് കയറി അവർ റൗണ്ട് ചെയ്ത ശേഷം തിരിച്ചിറങ്ങുന്ന രംഗമാണ്. നമ്മുടെ ആൾക്കാരെല്ലാം കൂടെ തിരിച്ചിറങ്ങുകയാണ്. കണ്ടില്ലേ, ഈ വെള്ളത്തിനകത്തോട്ട് തന്നെ ഇറങ്ങാൻ പറ്റത്തില്ല. ഇപ്പോഴും തിരയടിക്കുന്ന സ്ഥലമായതുകൊണ്ട് 1 by 1 ആയിട്ട് നമ്മുടെ ആൾക്കാരൊക്കെ ഒന്ന് ഇറങ്ങാനുള്ളൊരു പുറപ്പാടാണ്. ആരാണ് കണ്ടല്ലേ, ഒരു പുരുഷനും 5 സ്ത്രീകളുമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വന്നതിൽ ആ ഒരു ബോട്ട് യാത്രയിൽ. ആദ്യത്തെ ആൾ രണ്ടാമത്തെ ആൾ
അയ്യേ അയ്യേ ഇത്രയും നേരം ഞാൻ കണ്ടില്ലേ, പാരച്ചൂട്ടിലുള്ള യാത്രയൊക്കെ ഉണ്ട്. ഈ പാരച്ചൂട്ട് ബോട്ടുമായിട്ട് ബന്ധിപ്പിച്ചാണ് ഓടുന്നത്. നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. ഇത് മാത്രമൊന്നുമല്ല, സ്കൂട്ടർ പോലുള്ളൊരു ഇതിൽ ആൾക്കാരെ കൊണ്ടുപോകും. അതിനെ വാട്ടർ സ്കൂട്ടർ എന്നാണ് പറയുന്നതെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ടൂറിസ്റ്റുകളെ ഇങ്ങനെ പല രീതിയിൽ അട്രാക്റ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഗോവയുണ്ട്. ഗോവയുടെ പ്രധാന വരുമാനം എന്ന് പറയുന്നതും ഈ ടൂറിസ്റ്റുകളുടെ പൈസയാണ്. ഇനിയിപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് ഞങ്ങളുടെ ഹോട്ടലിലേക്കാണ്. അപ്പോൾ ഹോട്ടലിൽ ചെന്ന് ഉച്ചയ്ക്കത്തെ ആഹാരമൊക്കെ കഴിച്ചിട്ടാണ് 4 മണിയോടുകൂടി ഞങ്ങൾ അടുത്ത യാത്ര. 4 മണിക്ക് ഞങ്ങൾ ഇനി ബാഗ ബീച്ചിലേക്കാണ് യാത്ര. ഈ ബാഗ ബീച്ച് എന്ന് പറയുന്നത് വളരെ ശാന്തമായിട്ടുള്ളൊരു ബീച്ചാണ്. ബാഗ ബീച്ചിൻ്റെ മുൻപ് ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് എൻ്റെ കണ്ണ് പെട്ടത് ഈ കടയിലോട്ടാണ്. ഈ സ്റ്റോണുകൾ ചെയ്തിരിക്കുന്ന ഒരുപാട് ആർട്ട് വർക്കുകളുണ്ട്. പിന്നെ പ്രകൃതിയിൽ നിന്ന് നേരിട്ടെടുത്തിട്ടുള്ള ഒരുപാട് സ്റ്റോണുകൾ അവിടെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് വളരെ അട്രാക്റ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനവിടെ ഇതിന് വില ചോദിക്കാനൊന്നും നിന്നില്ല. അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സുകൾ കാണുമ്പോൾ തന്നെ അറിയാം, ധാരാളം ആൾക്കാർ കൂടുന്നൊരു ബീച്ചാണിത്. ധാരാളം കടകളുണ്ട്. അപ്പോൾ രാത്രി മുഴുവൻ ഇവിടെ ജനം പ്രവാഹമുള്ളൊരു കടയാണ്, ഒരു ബീച്ചാണിത്. ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വലിയ തിരയില്ല. നമുക്ക് കടലിൽ കുറേ ദൂരം മുട്ടറ്റം വെള്ളത്തിൽ നടക്കാം. ഉള്ളിലോട്ട് നല്ലതുപോലെ നടക്കാനും കുളിക്കാനും ഒക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പേടിക്കാനില്ലാത്തൊരു ബീച്ചാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ധാരാളം വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസൊക്കെ ഈ ബീച്ചിലുണ്ട്. അപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ പതുക്കെ ബീച്ചിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാരണം കടലിലിറങ്ങാൻ പേടിയുള്ള ടീമുകളെല്ലാം കൂടെ ചേർന്നാണ് കടലിലിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് കൈകൊണ്ടൊക്കെ കോർത്തൊക്കെ പിടിച്ചു വച്ചിരിക്കുകയാണ്. അവർക്കൊരു തിരുവാതിര കളിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് തോന്നുന്നു ആ ലക്ഷണമൊക്കെ കണ്ടിട്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് സംഭവം. എന്തായാലും ഞാൻ എൻ്റെ ക്യാമറയുമായിട്ട് വെള്ളത്തിലിറങ്ങി ഇവരുടെ ഒരു പടമൊക്കെ എടുക്കാൻ അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ എഫക്റ്റ് വന്നിട്ടുണ്ട് ചാടുന്നതിന്, വെള്ളത്തിൽ ചാടുന്നതിന്. നമ്മുടെ ടീമെല്ലാം അവിടെ ഉണ്ട്. ഇനി എൻ്റെ ക്യാമറ ഈ ബീച്ചിൻ്റെ പരിസരങ്ങളിലേക്കാണ്. അപ്പം കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ധാരാളം ആൾക്കാർ കൂടുന്ന ബീച്ചാണ്. ഇപ്പം ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഒരു 5 മണി 6 മണിയൊക്കെ കഴിഞ്ഞൊരു സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേക്കിനും ഇവിടെ ഈ ബീച്ച് നിറയെ ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഹോട്ടലുകൾ, ധാരാളം ഹോട്ടലുകളുണ്ട്. ആ ഹോട്ടലുകളുടെ ഒക്കെ ഒരു പടമാണ് ഞാൻ ഈ ക്യാമറയിലൂടെ എടുക്കുന്നത്.
കണ്ടില്ലേ എത്ര ഭംഗിയായിട്ടൊക്കെ സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത്. കാരണം ഇത് പ്രധാനമായിട്ട് ടൂറിസ്റ്റുകൾ അട്രാക്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ അറിയാമല്ലോ ഗോവ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ ഇവിടെ സ്ഥലത്ത് വില കുറച്ച് മദ്യം ധാരാളം ബിസിനസ് നടക്കുന്നൊരു സ്ഥലമാണ്. അതാണ് ഈ ബീച്ചിലെ ഏറ്റവും വലിയ ബിസിനസ്. അതിനായിട്ടുള്ള സീറ്റുകൾ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗോവയിലോട്ട് ആർക്കെങ്കിലും വരണമെന്ന് പറഞ്ഞാൽ ഈ ബീച്ചിൽ വന്നിട്ടേ പോകാം. കണ്ട അങ്ങനെ ഓരോരുത്തർക്കും പ്രത്യേകം പുല്ലുകൊണ്ട് മേഞ്ഞ കുടകളും ഒക്കെ ആയിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പം നല്ലതുപോലെ മ്യൂസിക് സെറ്റുകളൊക്കെ വെച്ച് പാട്ടും ബഹളവും ഡാൻസും എല്ലാം ഇതിനകത്ത് നടക്കും. എല്ലാ ഹോട്ടലുകാരും അവരവരുടെ അതിരുകൾ കടപ്പുറമാണെങ്കിലും കയറ് കെട്ടി വേർതിരിച്ചിട്ടുണ്ട്. കണ്ടല്ലേ ഇപ്പം ഇവിടുത്തെ മണൽ നമ്മുടെ കേരളത്തിൻ്റെ അതേ മണലാണ്. ഞാനത് ശ്രദ്ധിച്ചതാണ്. ഭയങ്കരമായിട്ടൊക്കെ എല്ലാ സീറ്റുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ജനം അതുപോലെ കൂടും. കാരണം പിന്നെ പ്രധാനപ്പെട്ടൊരു കാരണം എന്ന് പറയുന്നത് ഇവിടെ മദ്യത്തിന് വില കുറവായതുകൊണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സീറ്റെല്ലാം അറേഞ്ച് ചെയ്ത് ഇട്ടിരിക്കുന്നത്. ഞാനും ഒന്ന് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടൊന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഇതാ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ഇതാ കണ്ടില്ലേ ഒരു മനുഷ്യൻ. ഇത് എവിടുന്ന് പിടിച്ചോളൂന്നൊന്നും അറിയത്തില്ല ഈ കടലിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ അദ്ദേഹം ഈ ജീവനുള്ള മീൻ കടന്ന് പിടയ്ക്കാണ്. അത് കാണാനെ കൊണ്ട് ഒരുപാട് പേര് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ കൂടിയിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും മലയാളികളാണ്. അവരുടെ വർത്തമാനം കേട്ടപ്പോഴാണ് ഇവരെല്ലാം മലയാളികളാണ്. കണ്ടില്ലേ യൂണിഫോം പോലെയുള്ള ഡ്രസ്സൊക്കെ വാങ്ങി ധരിച്ചാണ് കടലിൻ്റെ അകത്ത് ചാടാൻ വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങളുടെ ഹോട്ടലിലേക്കുള്ള യാത്രയാണ്. അപ്പം ഞാൻ ആ സൈഡ് വ്യൂ ഇത് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവയിലെ കടകളൊക്കെ എത്ര മനോഹരമായ കടകളാണ്. സന്ധ്യ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ കാണാൻ എത്ര മനോഹരമാണ്. അതുകൊണ്ടാണ് ഈ ക്യാമറ ഈ സൈഡിലോട്ട് തന്നെ പിടിച്ചു പോകുന്നത്. ധാരാളം ആൾക്കാർ വിദേശികൾ വരുന്നുണ്ട്. വിദേശികൾ വന്ന് ഇവിടുന്ന് കണ്ടമാനം സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. കടകളിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പലയിടത്തും ചെല്ലുമ്പോഴും കിലോ കണക്കിന് കശുവണ്ടി പരിപ്പ് ഇങ്ങനെ ലോഡ് പോലെ പാക്കിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇവിടുന്ന് ധാരാളം ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുന്നത് കൊണ്ടാണല്ലോ ഗോവയിൽ കണ്ടമാനം കശുവണ്ടി ഫാക്ടറികൾ അല്ല കശുവണ്ടി കൃഷിയുള്ള സ്ഥലമാണ്. ഫാക്ടറി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. വൈകിട്ട് ഫുഡ് കഴിക്കാൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഹോട്ടലുകാർ ഒരു വലിയ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് വുമൻസ് ഡേ ആയതുകൊണ്ട് ആ ഹോട്ടലിലുള്ള എല്ലാ സ്ത്രീകളെയും വിളിച്ചു കൂട്ടി അവരെ അവിടെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നൊരു പ്രോഗ്രാം. അത് ഹോട്ടലുകാർ തന്നെയാണ്. ചെന്ന എല്ലാ സ്ത്രീകൾക്കും അവർ ഓരോ ഫ്ലവർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കേക്കൊക്കെ എടുത്ത് വെച്ച് കണ്ടിക്കുന്നു. അപ്പം സീനിയർ സിറ്റിസൺ നമ്മുടെ അതിൻ്റെ അകത്തുള്ളതിൽ ജോളിമാമയാണ് ഇന്ന് എല്ലാം കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നത്. ഞങ്ങളുടെ ഗോവയിലെ 1-ാം ദിവസം ഇന്ന് തീരുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.